നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പിണറായിക്ക് വേണ്ടി ജയ് വിളിക്കാൻ വന്ന സഖാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. അന്ന് പ്രശ്നം വിവാദമായപ്പോൾ അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷണ ഏജൻസികൾ ഈ പറയുന്ന അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ CPMന്റെ ഓഫീസിന് മുൻപിൽ, പാളയത്തെ ഓഫീസിന് മുൻപിൽ അടക്കം എത്തിയപ്പോൾ ഓരോ മുതിർന്ന നേതാക്കന്മാരും കാല് പിടിച്ച് പറയുന്നത് പോലെ വളരെ ദയനീയമായിട്ട് പോലീസ് സംവിധാനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പോലീസ് ഒരിക്കലും അവിടെ നിന്ന് പിറകോട്ട് പോകില്ല, പ്രതികളെ കിട്ടാതെ അവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് ഉറപ്പിച്ചു നിന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് MP അടക്കം V ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ അവിടെ സജീവമായിട്ട് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരോടും IPS ഉദ്യോഗസ്ഥരോടും പറയുകയുണ്ടായി, പാർട്ടി ഓഫീസിൽ കയറി ഒരു അറസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യല്ലേ എന്നും, തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഈ പറയുന്നത് പോലെ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് എന്നും അതിനൊരു പ്രായശ്ചിത്തം അല്ലെങ്കിൽ അതിനൊരു നടപടി തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും, തെറ്റ് ചെയ്തവരെ ആരെയാണെങ്കിലും പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് തങ്ങളും സഹകരിക്കുമെന്നുമാണ് ജോൺ ബ്രിട്ടാസ് MP അപ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു വശത്ത് ഈ പാർട്ടി പ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുതിർന്ന നേതാക്കന്മാരുടെയോ പാർട്ടിയുടെ അറിവോടെയല്ല എന്ന് ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, മറുവശത്ത് കൊണ്ടുപോയി കലമുടയ്ക്കുന്ന തരത്തിലാണ് ചില CPM നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒന്ന് പാലക്കാടേക്ക് നോക്കിയാൽ മതി. പാലക്കാട് നിന്ന് ആ ഭീഷണി സന്ദേശം വന്നിരിക്കുകയാണ്. അതായത് പാലക്കാട് നിന്ന് ഒരു പരിപാടി നടക്കുന്നതിനിടയിൽ സെക്രട്ടറി ആയിട്ടുള്ള പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CPMന്റെ നേതാവ് ഭീഷണി മുഴക്കുന്നു. പോലീസിനെ വിറപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന എന്താണെന്നോ, തിരുവനന്തപുരത്ത് വഴുതക്കാട് പിണറായി വിജയന്റെ വാടക വസതിക്ക് മുൻപിലെത്തിയ വാടക വസതിയിൽ അന്വേഷണത്തിന് എത്തിയിട്ടുള്ള ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്ന് ഭീഷണി പ്രസംഗം നടത്തിയിരിക്കുകയാണ് പാലക്കാട് CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് CIക്കെതിരെയാണ് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ ഭീഷണി പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഇടതുപക്ഷ പ്രവർത്തകരോട് മാന്യത വിട്ടു പെരുമാറിക്കഴിഞ്ഞാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്നുള്ള CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ഈ ഭീഷണി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചയാണ്. പോലീസ് ഗുണ്ടായിസം കാണിച്ചാൽ അതിനെ ഒതുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ മുന്നണിക്കുണ്ട് എന്നും, EDയെ ആക്രമിച്ചത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്നും, പൂരം കാണാൻ ക്കുന്നതേ ഉള്ളൂ എന്നുമാണ് സുരേഷ് ബാബുവിന്റെ ഭീഷണി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ള റെയ്ഡിനെതിരായ പ്രതിഷേധത്തിനിടയിൽ ആയിരുന്നു ഇത്തരത്തിലൊരു ഭീഷണി പ്രസംഗം നടത്തിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എന്തായാലും പേടിപ്പിച്ചു നിർത്തിക്കൊണ്ട് അന്വേഷണത്തെ ഒരു ഭാഗത്തുകൂടെ ഇല്ലാതാക്കാമെന്നാണ് ശ്രമമെങ്കിലും ഇതൊന്നും വില പോകില്ല എന്നുള്ളതാണ് EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാകുന്നത്. തുടക്കത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആക്രമണം രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് EDയെ പേടിപ്പെടുത്താൻ ശ്രമിച്ച SFI പ്രവർത്തകരെ അടക്കം നിമിഷങ്ങൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി കൃത്യമായിട്ട് തങ്ങൾക്കെതിരെ ഉണ്ടായ ആക്രമണത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച ED ഉദ്യോഗസ്ഥർ ആ നടപടി അതിന്റെ ഭാഗമായിട്ട് 19ഓളം സഖാക്കൾ ഇപ്പോൾ ജയിലിലാകുകയാണ്. ഇനിയും 300-ലധികം പേർ സംശയ നിലയിലുണ്ട്. അവരെയും അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. ഒരു അച്ഛനും മകൾക്കും വേണ്ടിയാണ് ഈ 300-ലധികം പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ കുടുങ്ങിപ്പോയത് എന്നുള്ളതിൽ വ്യക്തമാണ്. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും പിണറായിയുടെ മകൾ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലാകാം എന്നുള്ള തരത്തിലാണ് സൂചനകൾ പുറത്തു വരുന്നത്. ED റെയ്ഡിന് പിന്നാലെ തലസ്ഥാനത്തിനുണ്ടായിട്ടുള്ള സംഘർഷാവസ്ഥ പുതിയൊരു നിയമയുദ്ധത്തിലേക്കടക്കം വഴിമാറിയിട്ടുണ്ട് എന്നത് ചുരുക്കി പറയാം. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനവ്യൂഹത്തിന് നേരെ CPM DYFI പ്രവർത്തകർ നടത്തിയിട്ടുള്ള ആക്രമണം, അതിൽ തകർത്ത തരിപ്പണമായിട്ടുള്ള കാറിന്റെ ഡ്രൈവറെ സ്വാധീനിക്കാനടക്കം ഒരു തരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതടക്കം കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന നടപടികൾ അത് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കായിരിക്കും എന്നത് വ്യക്തം. കേസിൽ നിർണായക സാക്ഷിയായിട്ടുള്ള ഡ്രൈവർക്ക് നഷ്ടപരിഹാരം നൽകിയിരിക്കുകയാണ് റഹീം MP എന്നതടക്കമുള്ള ആളുകളുടെ പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാകുന്നതെന്നാണ് EDയുടെ വീക്ഷണം. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും നടപടി ഉണ്ടാകുക എന്നുള്ളതാണ് സൂചന. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങി വരുന്ന ഈ
ഇ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ വലിയ രീതിയിലുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ആക്രമണത്തിന്റെ തീവ്രതയും ഗൂഢാലോചനയും തെളിയിക്കാൻ കോടതിയിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ആക്രമികൾക്കിടയിൽ അകപ്പെട്ടുപോയ ആ വാടക കാറിന്റെ ഡ്രൈവർ ശ്യാമിന്റെ മൊഴി തന്നെയായിരിക്കും. പ്രതിസ്ഥാനത്ത് ഭരണകക്ഷിയായ CPMന്റെ ഉന്നത നേതാക്കളും അണികളും നിൽക്കുന്നുണ്ട്. ഈ കേസിൽ വിചാരണ വേളയിൽ ചലനശക്തിയാകേണ്ടെന്ന പ്രധാന സാക്ഷിയെ ഇത്തരത്തിൽ ഇപ്പോൾ പണം കൊണ്ട് വിലക്കെടുക്കാം എന്നുള്ള തരത്തിൽ ചില പാർട്ടി പ്രവർത്തകർ നടക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. സംഭവത്തിന് പിന്നാലെ തൊട്ടുപിന്നിലെ താനൊരു CPM അനുഭാവിയാണ് എന്നുള്ള ഡ്രൈവർ ശ്യാമിന്റെ പരസ്യമായിട്ടുള്ള പ്രതികരണവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. പാർട്ടി പ്രവർത്തകർ തന്നെ ഉപജീവന മാർഗം തകർത്തു എന്നുള്ള ആശങ്കയായിരുന്നു മാധ്യമങ്ങളോട് ഈ ചെറുപ്പക്കാരൻ പങ്കുവച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ A. റഹീം MP ഡ്രൈവറെ നേരിട്ട് വിളിച്ച് സംസാരിച്ചതും കാറിന്റെ കേടുപാടുകൾ തീർക്കാൻ പാർട്ടി വകയായി നഷ്ടപരിഹാരം നൽകുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയതും. ഒറ്റ നോട്ടത്തിൽ ഇതൊരു മാനുഷിക പരിഗണനയായിട്ട് തോന്നുമെങ്കിലും ഇത് നിയമപരമായി ഇതിന് പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട് എന്നാണ് EDയുടെ വിലയിരുത്തൽ. CPM ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നത് റഹീമാണ്. കേസിലെ ഒന്നാം സാക്ഷിയായി മാറാനിടയുള്ള വ്യക്തിയായിട്ട് ഇയാളെ കാണുമ്പോൾ പ്രതിസ്ഥാനത്തുള്ള പാർട്ടിയുടെ ഉന്നത നേതാവ് നേരിട്ട് ചർച്ച നടത്തിയത്, സാമ്പത്തിക സഹായം നൽകുമെന്ന വാഗ്ദാനം നടത്തിയത് ഇത് സാക്ഷിയെ സ്വാധീനിക്കാനുള്ള ഒരു നീക്കമാണെന്നാണ് ED കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നതെന്നാണ് സൂചന. കേസ് വിചാരണയിലേക്ക് കടക്കുമ്പോൾ ഡ്രൈവർ മൊഴി മാറ്റിയാൽ പോലും വിചാരണയ്ക്ക് മുൻപ് CPM നേതൃത്വം അദ്ദേഹവുമായി നടത്തിയിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. സാക്ഷിയെ ഭയപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ കൂറുമാറ്റാൻ ശ്രമിച്ചു എന്ന് വാദിക്കാൻ ഈ നഷ്ടപരിഹാര പ്രഖ്യാപനം പ്രോസിക്യൂഷന് വലിയ ആയുധമാകുമെന്ന് ചുരുക്കം. ഏതായാലും മുൻ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ വെച്ച് EDക്ക് നേരെയുണ്ടായ ആക്രമണം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കോടതിയിലെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കാൻ പ്രാദേശികമായോ രാഷ്ട്രീയമായോ ഉള്ള നീക്കങ്ങൾ അത് നടത്തില്ല എന്നുള്ളതും കർശന നിലപാടുണ്ടാകും എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞു. വിചാരണ വേളയിൽ ഡ്രൈവർ പാർട്ടിയോടുള്ള ആഭിമുഖ്യം കാരണം കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി മൊഴി നൽകിയാൽ ഡിജിറ്റൽ തെളിവുകളും മറ്റും ഉയർത്തിക്കാട്ടാനും ED പ്രതിരോധമായിട്ട് മാർഗമായിട്ട് വിലയിരുത്തും എന്നുള്ളതാണ്. എന്തായാലും പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ആക്രമണമല്ല, ഇത് തികച്ചും ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന ആരോപണങ്ങൾ. അതിൽ പ്രധാനമായിട്ടുമുള്ള കാരണം കൃത്യമായിട്ട് ഇവിടെ സുരക്ഷിതമായിരിക്കുമല്ലോ എന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് പോലീസ് സംവിധാനങ്ങൾ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അത്തരം ഉറപ്പുകളെയൊക്കെ ഭേദിച്ചുകൊണ്ടായിരുന്നു ഈ പറയുന്ന ആക്രമണങ്ങൾ അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ കണ്ടതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു അന്വേഷണ സംഘത്തിനെതിരെ ഉണ്ടാകാൻ പാടില്ലാത്ത ആക്രമണങ്ങളാണ് തിരുവനന്തപുരത്തെ വഴുതക്കാട്ടെ വീട്ടിൽ നടന്നിരുന്നത്. അതിൻ്റെ ചില ദൃശ്യങ്ങൾ കൂടെ നമുക്ക് കാണാം. നല്ല പണി
Come on.